നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ കൗൺസിലിംഗ് രജിസ്ട്രേഷനുള്ള ലിങ്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2024-25 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നമുക്ക് കാണാം കൗൺസിലിംഗ് രജിസ്ട്രേഷൻ, പ്രിൻ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ്, ചെക്ക് യുവർ റാങ്ക് എന്നെല്ലാം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ റാങ്ക് ഫൈനൽ റാങ്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, അതുമല്ലെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോഡൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അതായത് ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജാണുള്ളത്. അവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ കൗൺസിലിംഗ് നടക്കുക. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വേണമെങ്കിൽ കൗൺസിലിങ്ങിന് ഹാജരാകാൻ സാധിക്കും. ഒരേ സമയത്ത് ഒരേ ദിവസമാണ് കൗൺസിലിംഗ് ഉള്ളതെങ്കിൽ നമുക്ക് 2 ജില്ലകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലയിലേക്ക് നമുക്ക് നമ്മുടെ ഒരു പ്രതിനിധിയെ അയക്കാൻ സാധിക്കും. ആ സമയത്ത് എല്ലാവിധ രേഖകളുടെയും കോപ്പി അവരുടെ കയ്യിൽ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തയക്കണം. എന്നിട്ട് ഫീസ് അടച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2 ജില്ലയിൽ കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അവസാനം എവിടെയാണോ അഡ്മിഷൻ എടുത്തത് അതായിരിക്കും നിലനിൽക്കുക. ആദ്യത്തേത് ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എല്ലാവിധ രേഖകളും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ ഫീസുമായിട്ടാണ്, ഫീസ് കാർഡ് വഴിക്കായിരിക്കും അടയ്ക്കേണ്ടത്. അപ്പോൾ അതിലുള്ള അറേഞ്ച്മെൻറ്റുമായിട്ടാണ് നമ്മൾ ഈ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് പോകേണ്ടത്. അവിടെ വെച്ച് നമുക്ക് സ്പോട്ട് അഡ്മിഷനാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പോയി കാണുകയും ചെയ്യുക. പുതിയ അപ്ഡേഷനുമായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.